ഹേ ഗായ്സ്, വെൽക്കം ടു അക്കരപ്പച്ച വ്ളോഗ്സ് ബൈ നിത്യ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ശനിയാഴ്ചയായിരുന്നു. പോരാത്തതിന് നല്ലൊരു തണുപ്പുള്ളൊരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ. നല്ല തണുപ്പ് തന്നിട്ട് നമ്മുടെ സൂര്യൻ മുങ്ങി നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. കാരണം ഇതൊരു വിൻ്റർ ടൈമിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കാരണം ഞങ്ങൾക്ക് വീട്ടിൽ ഇരുന്നപ്പോഴത്തേനും അങ്ങനെ ഒരു സാധനം മേടിക്കണം എന്നുള്ളൊരു ബോധോദയം ഉണ്ടായി. എന്നിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും മിക്കവാറും ഞങ്ങൾ പോകുന്നത് കാറിലായിരിക്കും. അപ്പോൾ കാറിൽ ജസ്റ്റ് അവിടം വരെ പോയി അതൊക്കെ മേടിച്ചിട്ടായിരിക്കും വരിക. പക്ഷേ ഇന്ന് വിചാരിച്ചു നമുക്കൊന്ന് ട്രെയിനിൽ പോകാമെന്ന് കരുതി. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും മറ്റും നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. കാരണം എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ് എന്ന്. അപ്പോൾ ദേ പോകുന്ന വഴിക്കുള്ള വീടുകളും പിന്നെ സ്കൂളും പിന്നെ എന്താ പറയുക നമ്മുടെ മരങ്ങളും പൂക്കളും ഒക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇവിടെ ഞാൻ പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഒരു ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഫോറസ്റ്റിലൂടെ നമുക്ക് നടക്കാനും മറ്റുമൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പൂക്കൾ ഞാൻ എപ്പോഴും കാറിൽ പോകുമ്പോൾ വിചാരിക്കുന്ന ലാവൻഡർ ആണെന്ന്. പക്ഷെ അടുത്ത് പോയി കണ്ടപ്പോഴാണ് അതിൻ്റെ രൂപം തന്നെ വേറെ ഏതോ ഒരു ചെടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളുടെ ഒരു കൺസ്ട്രക്ഷൻ രീതിയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒട്ടുമിക്ക വീടുകളുടെയും മേൽക്കൂര ഇങ്ങനെ പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. കാരണം എന്തെങ്കിലും സ്നോ ഒക്കെ വീണ് കഴിഞ്ഞാൽ അത് താഴെ വീഴാനായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വീടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സിംഗിൾ വീടുണ്ട്, അല്ലാതെ സെമി ഡിറ്റാച്ച്ഡ് വീടുണ്ട്, പിന്നെ ഡിറ്റാച്ച്ഡ് വീട്, പിന്നെ അല്ലാതെ ബംഗ്ലോ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് വീടുകളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ വീടും ഇങ്ങനെ കോമ്പൗണ്ട് തിരിച്ചുള്ള വീടുകളൊക്കെ ആണെങ്കിൽ അതിൽ ഭയങ്കര മാൻഷൻ എന്ന് പറയും. അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ലക്ഷറിയസ് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു വീടായിരിക്കും അത്. അല്ലെങ്കിൽ ദേ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ, അതിങ്ങനെ ഒരുമിച്ച് ഒറ്റ ലൈനായിട്ട് കുറേ വീട് അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ആ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് എന്താ പറയുക ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മിക്കവാറും സ്ഥലത്ത് ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്കും പിന്നെ എന്താ പറയുക നമ്മുടെ പാർക്കിലും ഒക്കെ ഇതുപോലത്തെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാനും നടന്നു പോകുന്നൊരു ടയേർഡ് ആവുകയാണെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ഒരു സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോഴുണ്ട് ഗോഗു എന്തോ ഒരു സാധനം കയ്യിലെടുത്തിട്ട് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു സാധനമാണ്. അതെ ഗോഗു ഇപ്പോൾ കാണിച്ചു. അപ്പോൾ ഇതാണ് സാധനം, നമ്മുടെ ലേഡി ബഗ്. നമ്മുടെ നാട്ടിലെ ലേഡി ബഗ് ഭയങ്കര ഒരു ചെറുതായിരിക്കും. പക്ഷേ ഇവിടുത്തെ ലേഡി ബഗ് ഭയങ്കര ഒരു വലുതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ ഇത്ര വലുത് ഉണ്ടെന്ന്. പക്ഷേ ഗോകു അത് എടുത്ത് കയ്യിൽ വെച്ചേക്കുമായിരുന്നു. പക്ഷെ അത് പറന്നു പോയി കേട്ടോ അത്. അതുപോലെ തന്നെ ഈ സ്പ്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ദേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇങ്ങനെ ഇവിടുത്തെ ഫീൽഡിലൊക്കെ നിപ്പുണ്ടാവും കേട്ടോ. അതായത് ഇത് നമ്മുടെ ഒരു ജമന്തി ആ ഒരു പൂ പോലെ ഇല്ലേ, അതുപോലെ തന്നെ വൈറ്റ് ഉണ്ടാവും, പിന്നെ ഒരു പേർപ്പിൾ കളർ ഉണ്ടാവും. അങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ദേ ഇതളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മരത്തിൽ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോറസ്റ്റ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വാക്കിങ്ങിനൊക്കെ പോവാം. പിന്നെ അല്ലാതെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഫോറസ്റ്റിലൂടെ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോകാറുണ്ട് കുട്ടികളെ ഇതിൻ്റെ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ നല്ല രസമാട്ടോ. എനിക്കതുവഴി ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ ആ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വോക്ക് ചെയ്യാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വാക്കിങ് ചെയ്യുന്നത് നമുക്ക് എന്താ പറയുക മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാവും. കാരണം നമ്മൾ ഇങ്ങനെ എപ്പോഴും കാറിൽ പോയിട്ട് വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊന്നും കാണുന്നില്ല. പ്രകൃതിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി സംഭവങ്ങൾ ഇപ്പോൾ ഈവൻ ആ ജീവിയില്ലേ, ആ ലേഡി ബഗിനെ പോലും നമുക്കങ്ങനെ എടുത്ത് എന്താ പറയുക അതുപോലത്തെ ഒത്തിരി ജീവികൾ പ്രാണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേറെ ഒരു സംഭവം എന്ന് പറയുന്നത് പാമ്പിനെയൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഒത്തിരി ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് UK. പക്ഷേ UK-ൽ അധികം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല സ്നേക്ക് ഉള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഇതിന് കൂടെ പറയാണ് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. മറക്കാതെ ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടുത്തെ ആൾക്കാരൊക്കെ മിക്കവരും നടക്കാനും ജോഗിങ്ങിനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടുത്തെ ആളുകൾ കൂടുതലും ഹെൽത്ത് കോൺഷ്യസ് ആണ്. അവർ എന്താ പറയുക നമ്മൾ അധികം അങ്ങനെ ഫുഡും കഴിക്കത്തില്ല. എപ്പോഴും ഇങ്ങനെ ജോഗിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ജിമ്മിലാണെങ്കിലും ഒത്തിരി ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അവർ സെൽഫായിട്ട് മോട്ടിവേറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ജോഗിങ്ങും ഒക്കെ നടക്കുന്നത്. നമ്മളൊക്കെ ഇപ്പോഴും ആരെങ്കിലുമൊക്കെ ഒന്ന് പുഷ് ചെയ്യണം, എന്നാലേ നമ്മുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ വേറെ നേരെ തിരിച്ചാണ് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ സേഫായിട്ട് ഇതേ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ റോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നോക്കിയപ്പോഴത്തേനും അവിടെ ഒരു വലിയൊരു മരം നിറയെ ചെറി ബ്ലോസം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക കേട്ടോ. ചെറി ബ്ലോസമിൽ ശരിക്കും പറഞ്ഞാൽ പല കളേഴ്സ് ഉണ്ട്. പണ്ടെൻ്റെ വിചാരം എന്ന് പറയുന്നത് നമ്മുടെ ആ പിങ്ക് ഇല്ലേ, പിങ്ക് കളറാണ് ചെറി ബ്ലോസം, ബാക്കിയൊക്കെ വേറെ എന്തോ ഫ്ലവർ എന്നാ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചെറി ബ്ലോസം പല കളേഴ്സ് ഉണ്ട്. ഇത് വൈറ്റ് ആണ് കേട്ടോ. വൈറ്റ് ഇങ്ങനെ ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ്, ഇലകളൊന്നുമില്ല, ജസ്റ്റ് പൂക്കൾ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ലേ, ഇതിൻ്റെ ഇങ്ങനെ പൂക്കൾ വരുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലതായിട്ട് പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ അടിയിൽ പോയി നിൽക്കുവാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതേ വേറൊരു കാഴ്ചയാണ്, ഇവിടെ ഡാഫഡിൽസ് നിൽപ്പുണ്ട്. ഡാഫഡിൽസും അതുപോലെ തന്നെ യെല്ലോയും ഉണ്ട്, ഒരു വൈറ്റ് ഷെയ്ഡുള്ളതും ഉണ്ട്. അപ്പോൾ അത് നിൽപ്പുണ്ട്. ഞാനിത് നോക്കുമായിരുന്നു, അത് വീടാണോ വീടിൻ്റെ ഫ്രണ്ടാണോ എന്നൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. പക്ഷേ അത് വീടല്ല, എന്തോ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പോലത്തെ എന്തോ ഒരു സംഭവമാണ്. അവിടെ നമുക്ക് റെൻറ്റിനെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നടത്താം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതാണ് നമ്മുടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ബ്രെൻവുഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ബ്രെൻവുഡിൻ്റെ കൗൺസിലും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബിൽഡിങ്സ് ആണ് കേട്ടോ ഇത്. പിന്നെ എൻ്റെ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് ഇവിടുത്തെ ബ്രെൻവുഡ് സ്കൂൾ കേട്ടോ. ഇതൊരു പ്രൈവറ്റ് സ്കൂളാണ്. പ്രൈവറ്റ് സ്കൂളിലാകുമ്പോഴത്തേനും നമ്മൾ ഫീസ് കൊടുത്ത് വേണം പഠിക്കാനായിട്ട്. പ്രൈവറ്റ് സ്കൂൾ വളരെ റെയറായിട്ട് യു കെയിലുള്ളൂ, പക്ഷേ കൂടുതലുള്ളത് ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ. വളരെ വർഷം പഴക്കമുള്ള സ്കൂളാണ് കേട്ടോ. അതിൻ്റെ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി വർഷം പഴക്കമുള്ള സ്കൂളാണ്. അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ ചേർച്ചാണ് കേട്ടോ. ഈ ചേർച്ചും അതുപോലെ തന്നെ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ആ പഴയത് എങ്ങനെയാണോ അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കുറേ പബ്ബുകളും കാര്യങ്ങളൊക്കെ കാണാം. അതായത് വീക്കെൻഡിലും മറ്റുമൊക്കെ ആളുകൾ ചില്ല് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടുത്തെ പബ്ബെന്ന് പറയാം. അപ്പോൾ പബ്ബൊക്കെ ഓണാണ്, എല്ലാവരും ആൾക്കാരൊക്കെ വന്ന് ഒത്തിരി ഇരിപ്പുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് അങ്ങോട്ടത്തേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്ന് ഞാൻ ട്രെയിൻ നോക്കുമായിരുന്നു കറക്റ്റ് ടൈമിനുണ്ടെന്ന്. കാരണം വീക്കെൻഡ്സിൽ ചിലപ്പോൾ ട്രെയിൻ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി നമ്മുടെ വീക്ക് ഡേയ്സിനെ അപേക്ഷിച്ച്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് കയറുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരെന്താ ക്യാൻസലെന്നോ എന്തെങ്കിലും പറയും. അപ്പോൾ ട്രെയിൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കയറുവാണ് കേട്ടോ. ഗോകുവാണെങ്കിൽ വളരെ എക്സൈറ്റഡ് ആണ്. ഗോകുവിന് ഇങ്ങനെ ട്രെയിനിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ ഗോകു കയറുന്നുണ്ട്. ഞങ്ങൾ ഈ യാത്ര പോകുന്നത് രാവിലെ ആയിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴേ ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതുമല്ല ഞങ്ങളുടെ ഇവിടുന്ന് ഒരു സ്റ്റോപ്പ് മാറിയിട്ടാണ് ഈ ട്രെയിൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അതുകൊണ്ടും ആവാം ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ പോകുന്ന വഴിക്ക് ഒത്തിരി മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മരങ്ങളിലൊക്കെ എതളുകൾ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. കാരണം വിൻ്റർ കഴിഞ്ഞിട്ട് ഇനി സ്പ്രിങ്ങിലോട്ട് കടക്കുവാണ്. അപ്പോൾ അതേ നല്ല ഭംഗിയുള്ള പാടങ്ങളും മറ്റുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗോകുവിനോട് ഞാൻ എന്തൊക്കെയോ സംസാരിച്ചിങ്ങനെ ഇരിക്കുക, എന്താണെന്നൊന്നും അറിയത്തില്ല. ഗോകുവിൻ്റെ നോട്ടം കണ്ട എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുകയാണ് ആള്. എനിക്കിവിടുത്തെ ട്രെയിൻ കയറുമ്പോൾ എപ്പോഴും ഫീൽ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ മെട്രോ സ്റ്റേഷനില്ലേ, നമ്മുടെ എന്താ പറയുക പ്ലേസ് എഴുതി കാണിക്കുക അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്യും, അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം സെയിം പോലെ തന്നെയാണ്, പക്ഷേ ഇത് ട്രെയിൻ സർവീസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ട്രെയിനിൽ പോകാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. കാരണം എന്ന് പറയുന്നത് നമ്മൾ കാറ് പോവുകയാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കും, അതുപോലെ ബസ്സിനാണെങ്കിൽ അതിന് ഇരട്ടി ടൈം എടുക്കും. കാരണം ബസ് ഓരോ സ്റ്റോപ്പ് നിർത്തി പോകുമ്പോഴത്തേനും ഏകദേശം നമ്മളിപ്പോൾ എന്താ പറയുക ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ട്രെയിനിൽ എത്തേണ്ട സ്ഥലത്ത് ട്രെയിനിൻ്റെ ഇപ്പോൾ ബസ്സിന് പോവുകയാണെങ്കിൽ 1.5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രെയിനിൽ പോകുന്നതാണ് ജേർണി ഈസി ആക്കാനായിട്ട് ട്രെയിനാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 20 മിനിറ്റ് യാത്ര കഴിഞ്ഞ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കുവാണ്. അത് വേറെ എവിടെയുമല്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാറുള്ള ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം ഈസ്റ്റ് ഹാം പോകാനായിട്ട്. അപ്പോൾ അവിടെ പോകാനുള്ളൊരു എനർജി ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അതാ നമ്മുടെ ലിറ്റിൽ ഇന്ത്യയിലെത്തിയേക്കാണ് ഗൈസ്. ഇവിടെ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു കുട്ടി ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സൗത്ത് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി അത് കാണിച്ചു തന്നിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ. ശരിക്കും നമ്മുടെ ഒരു തമിഴ്നാട് കൾച്ചറൊക്കെയാണ് ഇവിടെ. ഇവിടുത്തെ ടെമ്പിൾസ് ഉണ്ട്, പിന്നെ എന്താ പറയുക ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. തമിഴ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യൻ ഉണ്ട്. എല്ലാം ചേർന്നൊരു മയമാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഇംഗ്ലീഷുകാർ അധികം ഇല്ല.
കൂടുതലും നമ്മുടെ ആൾക്കാരായിരിക്കും, ഏഷ്യൻസ് ആയിരിക്കും കൂടുതലുള്ളത്. ഇടയ്ക്കൊക്കെ ഇവിടെ വന്നൊന്ന് ചില്ല് ചെയ്യുന്നത് എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് വീക്ക്നെസ് ആണ് ഗൈസ്. അങ്ങനെ ദേ ഞങ്ങളൊരു അമ്പലത്തിൻ്റെ അടുത്തെത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ കുറേ സാധാരണ എപ്പോഴും നമ്മുടെ തുളസി അങ്ങനെ എന്താ പറയുക ഒരു അമ്പല സംഭവങ്ങൾ ചെടികളൊക്കെ ഇല്ലേ, അതൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അവിടെ ഒത്തിരി എന്ത് പിച്ചിയാണോ എന്ന് എനിക്കറിയില്ല, ഒരു കാട്ടു പിച്ചി പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു മണമൊന്നുമില്ല, പക്ഷെ പിച്ചി എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ. അതൊക്കെ നിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മണി പ്ലാന്റ് നിപ്പുണ്ടായിരുന്നു. അതെ നമ്മുടെ ഇതില്ലയോ ബൊഗൈൻവില്ല പല കളേഴ്സ് നിപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയില്ല ഇതൊക്കെ ഇവിടെ പിടിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇവരിത് ഇപ്പോഴെങ്ങാണ്ട് കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, വാഴ നിപ്പുണ്ട് താഴെ. പിന്നെ നമ്മുടെ ചെമ്പരത്തി ഉണ്ട്, പിന്നെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു. മറ്റേതല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന വാഴത്തേക്ക് ഇത്ര 2400 രൂപ. ജാസ്മിൻ, പിച്ചകം, തമിഴ്നാട്ടിലൊക്കെ അപ്പോൾ ഇതേ അവിടുന്ന് സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു വരികയാണ് ഗൈസ്. ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ വിട്ടുപോയി, കാരണം അവിടെ ചെന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങളതൊക്കെ മേടിച്ച് ഇങ്ങനെ പർച്ചേസ് ചെയ്തൊക്കെ നടക്കുമായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ എന്താ മേടിച്ചത് എന്നുള്ളത് അൺബോക്സിങ് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ സ്റ്റോപ്പ് എത്താറായി. അപ്പോൾ അതേ മൂവ് ചെയ്യുന്ന ട്രെയിനിൽ ഞങ്ങളിങ്ങനെ നടക്കുവാണ്. നല്ല രസമില്ലേ? എനിക്ക് ശരിക്കും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേന് കാണാൻ ഭംഗിയുള്ള ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ട്രെയിൻ ഇങ്ങനെ ആടുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ നടക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അത് ഷൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട്. കാരണം പുറകോട്ട് പോകുന്ന സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ സ്റ്റോപ്പ് എത്തി. ട്രെയിൻ വളരെ സ്ലോയിൽ നിർത്തുവാണ്. അപ്പോൾ അവിടെ സൈഡിലൊരു ബട്ടൺ ഉണ്ട് കേട്ടോ. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഗ്രീൻ കാണും. അപ്പോൾ ഗ്രീനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് ഓപ്പൺ ആവും. അങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഈ വാങ്ങിയ സാധനം കൊണ്ടുള്ള നടപ്പ് ഇച്ചിരി കഷ്ടമായിരുന്നു. അപ്പം ചിന്തിച്ച് ഈശ്വര കാർ എടുത്താൽ മതി എന്ന്. കാരണം എന്ന് പറയുന്നത് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വേറെ ലഗേജ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേനും ഇച്ചിരി വെയിറ്റുള്ള സാധനങ്ങൾ കയ്യിൽ വന്നിട്ട് ഇച്ചിരി നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും സാരമില്ല, ഇടയ്ക്ക് മുറയ്ക്കൊക്കെ അല്ലേ ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് എങ്ങനെയാണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അതങ്ങ് സഹിച്ചു ഗൈസ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഡാൻഡലോൺസിൻ്റെ ഒരു ഫ്ലവർ കണ്ടായിരുന്നു. അത് പിടിച്ചിട്ട് അങ്ങോട്ട് ഊതുകയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ വീഡിയോ അല്ല ഗൈസ്, ഷോർട്സ് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണുക കേട്ടോ. അതാ എൻ്റെ അൺബോക്സിങ്. ഈ സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈസ്റ്റ് ഹാം ട്രെയിൻ പിടിച്ച് പോയി മേടിച്ചിട്ട് വന്നത്. കണ്ടോ, കുറച്ച് സ്നാക്സ്, അതായത് ഉള്ളിവട, ഉഴുന്നുവട, പിന്നെ അത് മീറ്റ് റോളാന്ന് തോന്നുന്നു, മട്ടൺ റോള്. അത് മട്ടൺ റോളായിരുന്നു, അത് മേടിച്ചു. പിന്നെ ഇതേ ഒരു ബിരിയാണി, ഇത് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് കേട്ടോ. തമിഴ്നാടെന്ന് പറയാൻ പറ്റില്ല, ശ്രീലങ്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതിങ്ങനെ അവരിങ്ങനെ ഒരു എന്താ പറയുക കിലോ വെച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു 250 കിലോ അല്ലല്ലോ 250 ഗ്രാം മേടിച്ചു ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഇന്ന് പോയ ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞ സ്ഥലം അത്യാവശ്യം നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ബിരിയാണി പോലത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ. പിന്നെ അവസാനമായിട്ട് മേടിച്ച ഐറ്റമാണ് ദേ സ്വീറ്റ്സ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ആണ് കേട്ടോ. ഇത് ഇപ്പോൾ കാണുമ്പോഴത്തേനും എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് ഗൈസ്. ആ ഗുലാബ് ജാമുനാണ് കേട്ടോ അത്. അയ്യോ, അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. പിന്നെ ലഡ്ഡുവും പിന്നെ ഇപ്പുറത്തിരിക്കുന്നതിൻ്റെ പേരെന്തായിരുന്നു, എന്തോ ഒരു സാധനം ഗൈസ്, അതും അത്യാവശ്യം അത് ഭയങ്കര സ്വീറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഗുലാബ് ജാമുൻ ഓക്കെ ആയിരുന്നു, പക്ഷേ ഇത് ഭയങ്കര സ്വീറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ സ്വീറ്റ് ബോക്സ് ഞങ്ങൾ മേടിച്ചത് 10 പൗണ്ടിനാണ് കേട്ടോ. അത് ശരിക്കും എനിക്ക് ലാഭമായിട്ടാണ് ഫീൽ ചെയ്തത്, കാരണം ഒത്തിരി സ്വീറ്റ്സും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ എൻ്റെ ട്രാവൽ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ. സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്കരപ്പച്ച.